السلام عليكم ورحمة الله وبركاته. مختصر 31. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله على سيدنا محمد وآله وصحبه. أحوال الإسناد الخبري. ഇത് ഖബരിയായ ഇസ്നാദിന്റെ അഹ്വാലുകളെ പറ്റി പറയുന്ന ബാബാണ്. വഹുവ ലമ്മു കലിമത്തിൻ ഔ മാ യജ്രി മജ്റാഹ ഇലാ ഉഖറ. ഇസ്നാദ് എന്നാൽ ലമ്മു കലിമത്തിൻ ഒരു കലിമത്തിനെ ചേർക്കലാകുന്നു, ഔ മാ യജ്രി മജ്റാഹ അല്ലെങ്കിൽ ഒരു കലിമത്തിന്റെ സ്ഥാനത്ത് നടക്കുന്ന കലിമത്തുകളെ ചേർക്കലാണ്. ഒരു കലിമത്തിന്റെ സ്ഥാനത്ത് നടക്കുന്ന കലിമത്തുകൾ അതൊരു ജുംലയാണെങ്കിലും ശരി, ഇലാ ഉഖറ മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കലാകുന്നു. തുഹഫത്തുൽ ഇഖ്വാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? യഅലം അന്നൽ മജാസ ഇമ്മാ അൻ യകൂന ഫിൽ ഇസ്നാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് വഹുവ ലമ്മു കലിമത്തിൻ വലൗ ഹുക്മൻ, ആ കലിമത്ത് ഹുക്മിലാണെങ്കിലും ശരിയെന്ന ഹുക്മിൽ കലിമത്താവട്ടെ, ഇലാ ഉഖ്റ അലാ വജ്ഹി യുഫീദു വഖൗലുനാ വലൗ ഹുക്മൻ ലിഇദ്ഖാലി മാ യുഅവ്വലു ബിൽ കലിമത്തി വലൗ ജുംലത്തൻ. കലിമത്ത് കൊണ്ട് തൈവീൽ ചെയ്യപ്പെടുന്ന കലിമത്തുകൾ കടക്കാൻ വേണ്ടി ആ കലിമത്തുകൾ ജുംലയാണെങ്കിലും ശരി. നഹ്വു സൈദുൻ ഖാമ അബൂഹു. സൈദുൻ എന്നതിന്റെ മഫ്ഹൂമിലേക്ക് ഇസ്നാദ് ചെയ്തത്, സാബിത്താക്കിയത്, സൈദിലേക്ക് ഇസ്നാദ് ചെയ്തത് ഖാമ അബൂഹു എന്ന കലിമത്തുകൾ, അതൊരു കലിമത്തിന്റെ സ്ഥാനത്താണത്, ഖായിമിന്റെ സ്ഥാനത്താ. സയ്യിദ് അവന്റെ വാപ്പ നിൽക്കുന്നവനാവുന്നു. അപ്പോൾ ഈ കാമ അബൂഹു എന്നുള്ളത് ഒരു മുഫറദിന്റെ സ്ഥാനമാണ്. കാരണം ഖബർ മുഫറദാവണം. ഖബറുള്ള അസ്ലെന്താ? മുഫറദാവലാണ്. അപ്പോൾ അത് കലിമത്തിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഏതുള്ളത്? ഈ കാമ അബൂഹു എന്ന കലിമത്തുകൾ ഉള്ളത്. പിന്നെ ബിഹൈസു യുഫീദു, ആ ചേർക്കല് അറിയിക്കുന്ന നിലക്കാൽ മുഖാത്തബ, മുഖാത്തബിന് അറിയിക്കുന്ന നിലക്ക് എന്ത് അറിയിക്കുക? അന്ന മഫ്ഹൂമ ഇഹ്ദാഹുമ, രണ്ട് കലിമത്ത് ഉണ്ടല്ലോ ഇവിടെ, ഒരു കലിമത്തിന് മറ്റൊരു കലിമത്തിലേക്ക് ചേർക്കുക. ഈ രണ്ട് കലിമത്തിൽ നിന്ന് ഒരു കലിമത്തിന്റെ മഫ്ഹൂമ്, അതായത് മഹ്കൂമു ബിഹി, അതിന്റെ മഫ്ഹൂമ് സാബിത്തുൻ ലി മഫ്ഹൂമിൽ ഉഖ്റ, മറ്റേ കലിമത്തിന്റെ മഫ്ഹൂമിന് സാബിത്താണ് എന്ന് മുഖാത്തബിനിക്ക് അറിയിക്കുന്ന നിലക്ക് ചേർക്കുക. ഔ മൻഫിയുൻ അൻഹു, അല്ലെങ്കിൽ ഒരു കലിമത്തിന്റെ മഫ്ഹൂമ് മറ്റേ കലിമത്തിന്റെ മഫ്ഹൂമിനെ തൊട്ട് നഫി ചെയ്യപ്പെട്ടതാണെന്ന നിലക്ക് മുഖാത്തബിന് നഫി ചെയ്യപ്പെട്ടതാണ് എന്ന് മുഖാത്തബിനിക്ക് അറിയിക്കുന്ന നിലക്ക് ചേർക്കുക. ഈ മഫ്ഹൂമ് എന്ന് പറഞ്ഞാൽ മുത്താബക്കിയായ മഫ്ഹൂമും ആവാം, തളമ്മുനിയായ മഫ്ഹൂമും ആവാം. തളമ്മുനിയായ മഫ്ഹൂം എന്ന് പറഞ്ഞ ജുസ് ഉദ്ദേശിക്കുക. കാരണം ലറബ സയ്യിദുൻ, സയ്യിദ് അടിച്ചു. ഇവിടെ സയ്യിദിലേക്ക് ലറബ എന്ന ഫീലിന്റെ തളമ്മുനിയായ മഫ്ഹൂമാണ് അവിടെ സാബിത്താക്കിയിട്ടുള്ളൂ. അതായത് സമാന് ഒഴിവാക്കി ആ ഹദസ് മാത്രം. കാരണം ഹദസ് എന്നാൽ ഫീലിന്റെ രണ്ട് മഫ്ഹൂമിൽ നിന്നുള്ള ഒന്നാണ് ഹദസ്, മറ്റൊന്ന് സമാനാണ്. അപ്പോൾ ലെർബിന്റെ മഫ്ഹൂമിനെ സയ്യിദിലേക്ക് ഇസ്നാദ് ചെയ്തത്. ലറബ ആണ് മുസന്നദ് എങ്കിലും
ലറബ മുസ്നദ് സെയ്ദും മുസ്നദ് ഇലൈഹി ഇവിടെ മുത്താബക്കിയായ മഫ്ഹൂമിനെ എന്ത് ചെയ്തിട്ടില്ല, സെയ്ദിലേക്ക് ഇസ്നാദ് ചെയ്തിട്ടില്ല. സമാനിനെ അവിടെ ഇസ്നാദ് ചെയ്തിട്ടില്ല. പിന്നെ ഹദസിനെ മാത്രമേ ഇസ്നാദ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതേ സമയത്ത് അല്ലിൻസാനു ഹയവാനു നാത്തിക്കുന്നുള്ളോടത്തോ ഹയവാനു നാത്തിക്കിന്റെ മുത്താബക്കിയായ മഫ്ഹൂമിനെ ഇൻസാന്റെ മഫ്ഹൂമിലേക്ക് എന്ത് ചെയ്തു, ഇസ്നാദ് ചെയ്തിട്ടുണ്ട്. അവിടെ മുത്താബക്കിയായ മഫ്ഹൂമിനെയാണ്. ലറബ സെയ്ദ് എന്നുള്ളടത്ത് തളമ്മുനിയായ മഫ്ഹൂമിനെയാണ് ഇസ്നാദ് ചെയ്തത്. മഫ്ഹൂമ് സാബിത്തുൻ. അപ്പൊ മഫ്ഹൂമ് മറ്റതിന്റെ മഫ്ഹൂമിനൊക്കെ സാബിത്താന്ന് പറഞ്ഞാൽ ഈ മഫ്ഹൂമ് എന്താണ്, മുത്താബക്കിയായ മഫ്ഹൂമും ആവാം, തളമ്മുനിയായ മഫ്ഹൂമും ആവാം. ഇന്നമ ഖദ്ദമ മുസന്നിഫ് മുന്തിച്ചു, ബഹിസൽ ഖബരി ഖബറിന്റെ ബഹിസിനെ മുന്തിച്ചു ഇൻഷാഇന്റെ ബഹിസിനേക്കാൾ. ലിഇദമി ശൈനിഹി ഖബറിന്റെ നിലപാട് പ്രാധാന്യം ഉള്ളതിനു വേണ്ടിയും വകസറത്തി മബാഹിസിഹി ഖബറിന്റെ അഹ്കാമുകൾ അധികരിച്ചതിനു വേണ്ടിയും. സുമ്മ ഖദ്ദമ പിന്നെ മുസന്നിഫ് മുന്തിച്ചു അഹ്വാലൽ ഇസ്നാദി ഇസ്നാദിന്റെ അഹ്വാലിനെ മുന്തിച്ചു അല അഹ്വാലിൽ മുസ്നദി ഇലൈഹി വൽ മുസ്നദി. അപ്പൊ ഇൻഷാഇനേക്കാൾ ഖബറിന്റെ ബഹസിനെ മുന്തിച്ചത് ഖബറിന്റെ ഷെഇന് അത് പ്രാധാന്യം ഉള്ളതിനു വേണ്ടിയും അതിലുള്ള ചർച്ചകൾ ഇൻഷാഇന്റെ മമാഹിസിനേക്കാൾ അധികരിച്ചതിനു വേണ്ടിയും. ഖബറും ഇൻഷാവും നോക്കുമ്പോൾ ഇൻഷാ ഖബറിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഇൻഷാ. കാരണം സയ്യിദുൻ ഖായിമുൻ എന്നുള്ളടത്ത് ഒരു ഹല്ല് അങ്ങനെ വെച്ചു കൊടുത്താൽ ഹല്ല് സയ്യിദുൻ ഖായിമുൻ, അപ്പൊ ഇൻഷാ ആയി. അല്ലെങ്കിൽ ഖബരിയായ കലാമിൽ സിയാദത്ത് കൊണ്ടോ അല്ലെങ്കിൽ നഖ്സ് കൊണ്ടോ ഉണ്ടാകുന്നതാണ് ഇൻഷാ. അതുകൊണ്ട് തന്നെ ഖബറിന്റെ ബഹസിനെ മുന്തിച്ചു ലിഇദമി ശഇനിഹി ഖബറിന്റെ നിലപാട് പ്രാധാന്യം ഉള്ളതിനു വേണ്ടിയും വകസറത്തി മബാഹിസിഹി അതിന്റെ ബഹസുകൾ അധികരിച്ചതിനു വേണ്ടിയും. സുമ്മ ഖദ്ദമ പിന്നെ മുസന്നിഫ് മുന്തിച്ചു അഹ്വാലിൽ ഇസ്നാദി ഇസ്നാദിന്റെ അഹ്വാലിനെ മുന്തിച്ചു അല അഹ്വാലിൽ മുസ്നദി ഇലൈഹി മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിനേക്കാൾ വൽ മുസ്നദി മുസ്നദിന്റെ അഹ്വാലിനേക്കാളും. മഅ തഅഖുരിൻ നിസ്ബത്തി നിസ്ബ പിന്തലോടുകൂടെ, അതായത് ഇസ്നാദ് പിന്തലോടുകൂടെ അനി തൊറഫൈനി തൊറഫൈനിയെ തൊട്ട് ഇസ്നാദ് നിസ്ബ പിന്തലോടുകൂടെ. കാരണം അത് പിന്തിക്കാനുള്ള കാരണം ഇസ്നാദിന്റെ അഹ്വാലിനെ മുന്തിക്കാനുള്ള കാരണം അന്നൽ ബഹസ ഹുന ഇൽമുൽ മആനിയിലുള്ള ചർച്ച ഇന്നമാ ഹുവ ആ ബഹസ് അൻ അഹ്വാലിൽ ലഫ്ലിൽ മൗസൂഫി ബികൗനിഹി മുസ്നദൻ ഇലൈഹി ഔ മുസ്നദൻ. ഒരു ലഫ്ലിന്റെ അഹ്വാലിനെ സംബന്ധിച്ചാണ്. എങ്ങനത്തെ ലഫ്ല്? മുത്ലഖ് ലഫ്ലല്ല, അൽ മൗസൂഫി ബികൗനിഹി മുസ്നദൻ ഇലൈഹി മുസ്നദ് ഇലൈഹി ആമല് കൊണ്ട് വസ്ഫ് വിശേഷണം സിദ്ധിച്ചതായ വസ്ഫ് പറയപ്പെട്ട ലഫ്ലിന്റെ അഹ്വാലിനെ കുറിച്ചാണ്. ഔ മുസ്നദൻ അല്ലെങ്കിൽ മുസ്നദ് ആവല് കൊണ്ട് വസ്ഫ് പറയപ്പെട്ട ലഫ്ലിന്റെ അഹ്വാലിനെ കുറിച്ചാണ്. വഹാദൽ വസ്ഫു മുസ്നദ് ഇലൈഹി ആവൽ എന്ന വസ്ഫ് അല്ലെങ്കിൽ മുസ്നദ് ആവൽ എന്ന വസ്ഫ് ഇന്നമാ യതഹഖഖു ബഅദ തഹഖഖുൽ ഇസ്നാദ് ഇസ്നാദ് തഹഖഖായതിന്റെ ശേഷമേ അത് ഉണ്ടാവുകയുള്ളൂ. ഇസ്നാദ് ചെയ്തെങ്കിലേ ഉള്ളൂ ഇത് ഒന്ന് മുസ്നദ് ഇലൈഹിയും ഒന്ന് മുസ്നദും ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്നാദിന്റെ അഹ്വാലിനെ മുന്തിച്ചത്. വൽ മുതഖദ്ദിമു അലൻ നിസ്ബത്തി നിസ്ബയേക്കാൾ മുന്തിയത് ഇന്നമാ ഹുവ ദാത്തു തർഫൈനി അത് തർഫൈനിയുടെ ദാത്താണ്, അല്ലാതെ ഈ വസ്ഫോട് കൂടെയുള്ള ദാത്തല്ല. മുത്തലക്ക് ദാത്താണ് മുന്തിയത്.
ഖിയാമും ആദ്യമുണ്ട്, സയ്യിദും ആദ്യമുണ്ട്. അതുകൊണ്ട് സയ്യിദ് മുസ്നദ് ഇലൈഹി ആവണമെന്നില്ല, ഖിയാമും മുസ്നദും ആവണമെന്നില്ല. ഖിയാമിനെ സയ്യിദിലേക്ക് ഇസ്നാദ് ചെയ്യുമ്പോഴാണ് സയ്യിദ് മുസ്നദ് ഇലൈഹിയും ഖായിമു മുസ്നദും ആയത്. വലാ ബഹ്സ ലനാ അൻഹാ, നമുക്ക് ദാത്തിനെ സംബന്ധിച്ച് ചർച്ചയേ ഇല്ല. ഇൽമുൽ മആനിയിൽ ലഫ്ദിന്റെ ദാത്തിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ലാ ശക്ക അന്ന ഖസ്ദൽ മുഖ്ബിരി ബിഖബരിഹി ഇഫാദത്തുൽ മുഖാത്തബി ഇമ്മൽ ഹുക്മ ഔ കൗനുഹു ആലിമൻ ബിഹി. ലാ ശക്ക, സംശയം ഇല്ല, അന്ന ഖസ്ദൽ മുഖ്ബിരി, ഒരു ഖബർ പറയുന്നവന്റെ ലക്ഷ്യം, ഐമൻ ഒരാള്, യക്കൂനു അവനാകും ബി സദദിൽ ഇഖ്ബാരി വൽ ഇലാമി, ഇഖ്ബാർ ഇലാമിന്റെ ലക്ഷ്യത്തിൽ ആകും അങ്ങനെ ഉള്ള ഒരുവൻ. ഐമൻ ഒരുവൻ, യക്കൂനു ആ ഒരുവനാകും ബി സദദിൽ ഇഖ്ബാരി വൽ ഇലാമി, മറ്റൊരാൾക്ക് ഒരു കാര്യം അറിയിച്ചു കൊടുക്കൽ എന്ന ലക്ഷ്യത്തിലാകും അങ്ങനെയുള്ള ഒരുവൻ. വയില്ല, അങ്ങനെയല്ലെങ്കിൽ, ആ ലക്ഷ്യം അല്ല എങ്കിൽ കേട്ടോ. അതായത് നമ്മൾ മുഖ്ബിർ കൊണ്ടുള്ള മുറാദ് ഈ പറയപ്പെട്ടവരല്ലെങ്കിൽ പിന്നെന്താണ്, താഴെ വരാൻ പോകുന്നതും കൂടിയാണ് എങ്കിൽ, വയില്ല എന്ന് പറഞ്ഞാൽ വയില്ല നൊക്കുൽ, നമ്മൾ പറയുന്നില്ലെങ്കിൽ എന്നർത്ഥം. മുഖ്ബിർ കൊണ്ട് ഉള്ള മുറാദ് മന്ദുക്കിറയല്ല, പിന്നാരാണ് അതുകൊണ്ടുള്ള മുറാദ് ഇനി താഴെ വരാൻ പോകുന്നതുമാണ് ഖബരിയ ജുംല കൊണ്ടുള്ള മുറാദ്. എന്നാൽ അതിന്റെ മാന ഫലാ യസിഹു അസ്റു മഖ്സൂദി ഫിൽ അംറൈനി അല്ലദീന ദക്കറഹുൽ മുസന്നിഫൂന, ദസുഖിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അർത്ഥം? വയില്ല, അങ്ങനെയല്ലെങ്കിൽ, ഇഖ്ബാർ ഇലാമിന്റെ ലക്ഷ്യത്തിലുള്ള ഒരുത്തനല്ല, വെറും മുഖ്ബിറാണെങ്കിൽ, അപ്പോൾ ഇഖ്ബാർ കൊണ്ട് പല ലക്ഷ്യങ്ങളും പലതും ഉദ്ദേശിക്കാം. ഫൽ ജുംലത്തുൽ ഖബരിയത്തു, ഖബരിയ ജുംല കസീറമ്മ, അധിക സമയത്തും തൂറദുലി അഹ്റാദിൻ ഉഖറ, വേറെയും പല ആവശ്യങ്ങൾക്ക് കൊണ്ടുവരപ്പെടുന്ന. അപ്പൊ ഇഫാദത്തുൽ ഹുക്മ് അല്ലെങ്കിൽ ലാസിമ് ഫായിദത്തുൽ ഹുക്മ് അല്ലെങ്കിൽ ലാസിമ് ഫായിദത്തുൽ ഹുക്മ്, ഈ രണ്ടാലൊന്നാവണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ടാലൊന്നാവണമെങ്കിൽ പിന്നെ ഇഖ്ബാറിന്റെ ലക്ഷ്യത്തിലായ ഒരുത്തനാണ്. ഐമൻ യകൂൻ ബി സദദിൽ ഇഖ്ബാരി, ഇഖ്ബാറിന്റെ ലക്ഷ്യത്തിലുള്ള ഒരുത്തൻ അവന്റെ കസദ് ഒന്നിരിക്കൽ ഫായിദത്തുൽ ഖബർ അല്ലെങ്കിൽ ലാസിമ ഫായിദത്തുൽ ഖബർ. മറ്റൊരാൾക്ക് ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കൽ, അതാണ് ലക്ഷ്യമെങ്കിൽ, ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കലാണ് ഉദ്ദേശമെങ്കിൽ, അത് ഒന്നിരിക്കൽ ഫായിദത്തുൽ ഖബറാകും അല്ലെങ്കിൽ ലാസിമ ഫായിദത്തുൽ ഖബറാകും. ഇനി താഴെ വരാൻ പോകുന്നതും കൂടി ഇവന്റെ കസദുണ്ടെങ്കിലോ, അപ്പോൾ ഈ രണ്ടിൽ മുഖ്ബിറിന്റെ കസദ് എന്താവുകയില്ല. ഇനി ഈ രണ്ട് കാര്യത്തിൽ മഖ്സൂദിനെ ഹസറാക്കാൻ സഹിയാവുകയില്ല. കാരണം തഹസ്സുറാകാം, ഖേദം പ്രകടിപ്പിക്കലാകാം ഒരാളുടെ ലക്ഷ്യം, ഇഖ്ബാറല്ല. അപ്പോൾ അവിടെ ഫായിദത്തുൽ ഖബറും ലാസിമ ഫായിദത്തുൽ ഖബറും അല്ലാത്തതാണല്ലോ തഹസ്സുർ. അപ്പോൾ ഇഖ്ബാറിന്റെ കസദിൽ ഉള്ള, ഇഖ്ബാറിന്റെ ലക്ഷ്യത്തിലുള്ള ഒരുത്തന്റെ കസദ്, ഇഖ്ബാറാണ് ലക്ഷ്യമെങ്കിൽ അവന്റെ കസദ് എന്തായിരിക്കും? ഫായിദത്തുൽ ഖബറോ അല്ലെങ്കിൽ ലാസിമ ഫായിദത്തുൽ ഖബറോ ആയിരിക്കും എന്നർത്ഥം. ലാ ശക്ക, സംശയമില്ല, അന്ന കസദൽ മുഖ്ബിരി, മുഖ്ബിറിന്റെ കസദ്, ഐമൻ ഒരാള്, യക്കൂൻ അവനാകും ബി സദദിൽ ഇഖ്ബാരി വൽ ഇലാമി, മറ്റൊരാൾക്ക് ഹുക്മിനെ അറിയിച്ചു കൊടുക്കൽ എന്ന ലക്ഷ്യത്തിലാകും അങ്ങനത്തെ ഒരാള് അവന്റെ കസദ്. വയില്ല,
അങ്ങനെയല്ലെങ്കിൽ ഇഖ്ബാറി ഇലാമിന്റെ ലക്ഷ്യത്തിലല്ല എങ്കിൽ ഫൽ ജുംലത്തുൽ ഖബരിയത്തു ഖബരിയ ജുംല കസീറമ്മ അധികരിച്ച സമയത്തും തൂറദുലി അഗ്റാദിൻ ഉഖറ വേറെയും പല ആവശ്യങ്ങൾക്ക് കൊണ്ടുവരപ്പെടും ഗൈരി ഇഫാദത്തിൽ ഹുക്മി ഔ ലാസിമിഹി താഴെ പറയാൻ പോകുന്ന ഇഫാദത്തുൽ ഹുക്മും ലാസിമ് ഇഫാദത്തുൽ ഹുക്മും അല്ലാത്തതിന് വേണ്ടിയും കൊണ്ടുവരപ്പെടും. കണ്ടോ, അവിടെ ഇലാമല്ല ലക്ഷ്യം, അവിടെ ഖേദം സങ്കടം അറിയിക്കലാണ് ലക്ഷ്യം. അപ്പൊ ഇലാമിന്റെ കസദിൽ ലക്ഷ്യത്തിലുള്ളവന്റെ കസദ് അത് ഈ രണ്ടാലൊന്നായിരിക്കും എന്നാണ്. പിന്നെ മിസ്ലു തഹസ്സുനി വത്തഹസ്സുനി ഫീ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ ഖൗലിലുള്ള തഹസ്സുർ ദുഃഖം പ്രകടിപ്പിക്കൽ, ഖേദം പ്രകടിപ്പിക്കൽ പോലെ ഹിക്കായത്തൻ അനിംറഅത്തി ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ പെണ്ണ് അന്നത്ത് ബീവിയെ തൊട്ട് ഹിക്കായത്തായിട്ട് റബ്ബി ഇന്നി വളഅത്തുഹാ ഉൻസാ, അല്ലാഹുവേ ഞാൻ ഈ കുട്ടിയെ പെണ്ണായിട്ടാണല്ലോ പ്രസവിച്ചത്. ഇവിടെ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹായുടെ കസദ് എന്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹന്നത്ത് ബീവി പ്രസവിച്ചു എന്ന് അറിയിക്കലല്ല, പ്രസവിച്ചു എന്ന് തനിക്ക് അറിയാമെന്ന് അറിയിക്കലും അല്ല. സംഗതി ഇത് ഹന്നത്ത് ബീവി ഒരു മുഖബിറത്താണ്. അപ്പൊ ഹന്നത്ത് ബീവി ആ റൂട്ടിലല്ല, ഇലാമിന്റെ റൂട്ടിലല്ല. ഇലാമിന്റെ സദദിൽ ആണെങ്കിൽ ഫായിദത്തുൽ ഖബറോ ലാസിമുൽ ഫായിദത്തുൽ ഖബറോ രണ്ടാലൊന്നിൽ ഹസറാണ്. ആ സദദിൽ ഉള്ളവന്റെ ഖസദ് ഇത് രണ്ടാലൊന്നായിരിക്കും എന്നാണ്. ഇവിടെ ആ സദദിലല്ല ആര്, ആ ലക്ഷ്യത്തിലല്ല ഹന്നത്ത് ബീവി. അതുകൊണ്ട് ഇത് ഫായിദത്തുൽ ഖബറുമല്ല, ലാസിമു ഫായിദത്തുൽ ഖബറുമല്ല. ഒമാ അശ്ബഹ ദാലിക, ഇതേപോലത്തെ ഇതിനോട് തുല്യമായ മറ്റുള്ളവ പോലെയും പോട്ടെ. അന്ന കസദൽ മുഖ്ബിരി ബി ഖബരിഹി, അവന്റെ ഖബർ കൊണ്ടുള്ള കസദ് മുത്തഅല്ലിഖും ബി ഖസ്ദിൻ, കസദിനോട് ബന്ധിച്ചതാണ്. ഏത് കസദ്? അന്ന കസദൽ മുഖ്ബിരി, മുഖ്ബിറിന്റെ കസദ് ബി ഖബരിഹി, അവന്റെ ഖബർ കൊണ്ടുള്ള കസദ് ഇഫാദത്തുൽ മുഖാത്തബി, മുഖാത്തബിന് അറിയിക്കലാണ്. ഖബറു അന്നയുടെ ഖബറാണ് ഇഫാദത്തു എന്ന് പറഞ്ഞത്. ഇമ്മൽ ഹുക്കുമ, ഒന്നിരിക്കൽ ഹുക്കുമിന് അറിയിച്ചു കൊടുക്കലാകുന്നു. മഫ്ഊലുൽ ഇഫാദത്തി, ഇഫാദത്തുൽ മുഖാത്തബി എന്ന ഇഫാദത്തിന്റെ മഫ്ഊലാണ് ഇമ്മൽ ഹുക്കുമ എന്ന് പറഞ്ഞത്. അല്ലെങ്കിലോ ഔ കൗനഹു ഐ കൗനൽ മുഖ്ബിരി, അല്ലെങ്കിൽ മുഖ്ബിർ ആവലിന് അറിയിച്ചു കൊടുക്കലാണ്. ആലിമം ബിഹി ഐ ബിൽ ഹുക്കുമി, ഹുക്കുമോണ്ട് അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കലാണ്. മുഖ്ബിർ ഹുക്കുമോണ്ട് അറിയുന്നവനാവലിനെ അറിയിച്ചു കൊടുക്കുക. മുഖാത്തബിലേക്ക് ഒന്നിരിക്കൽ ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുക. ഔ കൗനഹു ആലിമം ബിഹി, അല്ലെങ്കിൽ മുഖ്ബിർ ഹുക്കുമുകൊണ്ട് ആലിമാവലിനെ അറിയിച്ചു കൊടുക്കുക, എനിക്കതറിയാം. ഇത് രണ്ടാലൊന്നാണ് ഒരു ഇഖ്ബാറിന്റെ ലക്ഷ്യത്തിലുള്ള മുഖ്ബിറിന്റെ കസദ്. ഇത് രണ്ടാലൊന്നാകും. ഇലാമ് ഇഖ്ബാറിന്റെ ലക്ഷ്യത്തിലുള്ള മുഖ്ബിറിന്റെ കസദ് ഇത് രണ്ടാലൊന്നാകും എന്നർത്ഥം. വൽ മുറാദു ബിൽ ഹുക്മി ഹാഹുന, ഇവിടെ ഹുക്കുമ് കൊണ്ടുള്ള മുറാദ്, ഇമ്മൽ ഹുക്കുമ എന്ന് പറഞ്ഞ ഹുക്കുമുണ്ടല്ലോ, ആ ഹുക്കുമ് കൊണ്ടുള്ള മുറാദ് ഉഖൂഉൻ നിസ്ബത്തി ഔ ലാ ഉഖൂഉഹ, നിസ്ബയുടെ സുബൂത്താണ്. അതായത് മഹ്കൂമ് അലൈഹി, മഹ്കൂമിനുക്ക് സാബിത്താണെന്ന്, മഹ്കൂമ് മൗദൂഇനുക്ക് സാബിത്താണെന്ന്
ആ സാബിത്താവല് സെയ്ദിനിക്ക് ഖിയാമ് സാബിത്താവൽ അല്ലെങ്കിൽ സാബിത്താവാതിരിക്കൽ, അതാണ് ഇവിടെ ഹുക്കുമ കൊണ്ടുള്ള ഉദ്ദേശം. ഉക്കൂവിൻ നിസ്ബത്തി, നിസ്ബയുടെ ഉക്കൂ ആണ്. അതായത് ഖബരിയ കലാമിൽ നിന്ന് അറിയപ്പെട്ട ഹുക്കുമ് സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞ അതിന്റെ മഅനെന്താണ്? സെയ്ദ് ഖായിമാണെന്ന. അപ്പൊ സെയ്ദിനിക്ക് ഖിയാമ് സാബിത്താണ് എന്നതാണ് ഇവിടുത്തെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. അല്ലെങ്കിൽ എന്താണ്? ഔ ലാ വുഖൂഅഹ, അല്ലെങ്കിൽ നിസ്ബന്റെ ലാ വുഖൂ ആണ്, സെയ്ദ് ഖായിം അല്ല എന്നുള്ള, അതാണ് ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. ഖബരിയായ കലാമിൽ നിന്ന് അറിയപ്പെട്ട ആ ഖാരിജിയായ നിസ്ബ, അതാണ് ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. ലഫ്ള് അറിയിക്കുന്നത് അതാണ്. സെയ്ദ് ഖായിമാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ ഖബറിൽ നിന്ന് എന്ത് കിട്ടുന്നു? സെയ്ദിനിക്ക് ഖിയാമുണ്ട് എന്ന് കിട്ടുന്നു. അപ്പൊ സെയ്ദ് ഖായിമാണ് എന്ന കാര്യം, അല്ലെങ്കിൽ സെയ്ദ് ഖായിം അല്ല എന്ന കാര്യം, അതാണ് ഉഖൂഉൻ നിസ്ബത്ത്. നിസ്ബ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, സെയ്ദിനിക്ക് ഖിയാമ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെയ്ദിനിക്ക് ഖിയാമ് സംഭവിച്ചിട്ടില്ല, സെയ്ദ് ഖായിമാണ് അല്ലെങ്കിൽ സെയ്ദ് ഖായിമല്ല, അതാണ് ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. പിന്നെ ഏതല്ല? ഉസൂലിങ്ങളടുക്കൽ ഒരു ഹുക്കുമുണ്ട്, ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബിഫീലിൽ മുകല്ലഫി മിൻ ഹൈസു ഇന്നഹു മുകല്ലഫുൻ, അതല്ല ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. അതുപോലെ തന്നെ ഇദ്ആനുൻ നിസ്ബത്തി, നിസ്ബനെ ഇദ്ആൻ ചെയ്യൽ, സമ്മതിക്കൽ, ഈ സമ്മതിക്കൽ ഒരു ഹുക്കുമായിട്ടെണ്ണം മനാത്തിക്കത്ത്, അതും അല്ല. പിന്നെ ഖബരിയായ കലാമിൽ നിന്ന് അറിയപ്പെട്ട ആ കലാമിൽ നിന്ന് അറിയപ്പെട്ടൊരു ഹുക്കുമുണ്ട്, ആ ഹുക്കുമാണ് ഇവിടുത്തെ മുറാദ്. അത് ഉഖൂഉൻ നിസ്ബത്തോ ലാ ഉഖൂഉൻ നിസ്ബത്തോ ആകും. പിന്നെ കാരണം ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹുക്കുമ് കലാമിയായ നിസ്ബയുടെ മേൽ പറയപ്പെടും. കലാമിൽ നിന്ന് അറിയപ്പെട്ട നിസ്ബ അതെന്താണ്? മഹക്കൂമു ബിഹി മഹക്കൂം അലൈക്ക് സാബിത്താണ്, അലി സാബിത്തല്ല. യഥാർത്ഥത്തിൽ മഹക്കൂമു ബിഹി മഹക്കൂമു അലൈക്ക് സാബിത്താണ്, അലി സാബിത്തല്ല. ഇതാണ് അർബാബുൽ അറബിയത്തിന്റെ അടിയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഹുക്കുമ്. അത് തന്നെയാണ് ഉഖൂഉൻ നിസ്ബത്ത് ലാ ഉഖൂഉൻ നിസ്ബത്ത് എന്ന് പറയുന്നത്. അതായത് നിസ്ബ വാക്കിയായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, ഖാരിജിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ അതേ സമയത്ത് ചിലപ്പോൾ ഹുക്മനെ എന്തിനുപയോഗിക്കലുണ്ട്? മനാത്തിക്കത്ത് സെയ്ദ് ഖായിമാണെന്ന് സമ്മതിക്കൽ, ആ സമ്മതിക്കലിനും എന്ത് പറയും? ഒരു ഹുക്മ എന്ന് പറയും. അതല്ല തസ്ദീഖിന്റെ മാനാക്കുള്ള ഹുക്മ, അതല്ല ഇവിടെ മുറാദ്. ഉസൂലിങ്ങളുടെ അടുക്കൽ മുതആറഫായ ഖിതാബുല്ലാഹി അതും അല്ല. പിന്നെന്താണ്? സെയ്ദുൻ ഖായിമുൻ എന്ന കലാമിൽ നിന്ന് ആ കലാം അറിയിക്കുന്ന ഒരു ഹുക്കുമുണ്ട്. അതെന്താ? നഫ്സുൽ അംറിൽ സെയ്ദിനിക്ക് ഖിയാമുണ്ട്. ഈ കലാമിന്റെ അടിസ്ഥാനത്തിൽ അറിയുന്ന ഹുക്കുമ്, ആ കലാം അറിയിക്കുന്നെന്താ? സെയ്ദ് ഖാരിജിൽ ഖായിമാണെന്ന. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഖായിമാകാതിരിക്കാം, അത് ലഫ്ളിന്റെ മഅനയല്ല, അതൊരു അഖിലിയായ ഇഹ്തിമാലാണ്. ലഫ്ൾ അറിയിക്കുന്നത് സെയ്ദിനിക്ക് ഖിയാമുണ്ട് എന്ന് തന്നെ. അപ്പൊ സെയ്ദ് ഖായിമാണ് എന്ന ഹുക്കുമ്, സെയ്ദ് ഖായിമല്ല എന്ന ഹുക്കുമ്, അതാണ് ഇവിടെ ഹുക്മ കൊണ്ടുള്ള മുറാദ്. വകൗനുഹു മഖ്സൂദൻ ലിൽ മുഖ്ബിരി ബിഖബരിഹി, വകൗനുഹു, ഈ ഹുക്കുമാവൽ മഖ്സൂദൻ ലിൽ മുഖ്ബിരി ബിഖബരിഹി, മുഖ്ബിറിന് ആ മുഖ്ബിറിന്റെ ഖബർ കൊണ്ട് മഖ്സൂദാവൽ, സെയ്ദുൻ ഖായിമുൻ എന്ന ലഫ്ള് കൊണ്ട് ഈ പറയുന്ന ആളുടെ ലക്ഷ്യം എന്താ? സെയ്ദ് ഖായിമാണെന്നാണ് ഈ മുഖ്ബിറിന്റെ മഖ്സൂദ്. ഇവന്റെ മഖ്സൂദാവൽ ഈ ഹുക്മാണ്, മുഖ്ബിറിന്റെ ഖബർ കൊണ്ടുള്ള മഖ്സൂദാണ് ഈ ഹുക്മ്. അപ്പോൾ ഹുക്മ് എന്തായി? മുഖ്ബിറിന്റെ മഖ്സൂദായി, അവന്റെ ഖബർ കൊണ്ടുള്ള മഖ്സൂദായി. വകൗനുഹു, ഈ ഹുക്കുമാവൽ മഖ്സൂദൻ ലിൽ മുഖ്ബിരി, മുഖ്ബിറിന് മഖ്സൂദാവൽ, ബി ഖബരിഹി, അവന്റെ ഖബർ കൊണ്ട് മഖ്സൂദാവൽ എന്ന് പറഞ്ഞാൽ
സയ്യിദ് കായിമാണെന്ന് ഒരാൾക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ ഇവന്റെ കസുതെന്താ? ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കൽ. അപ്പോൾ ഈ ഹുക്കുമിന്റെ മഖ്സൂദായല്ലോ. ഹുക്കുമിന്റെ മഖ്സൂദാവല് ലാ യസ്തൽസിമു തഹഖ്ഖുഖഹു ഫിൽ വാഖി. ആ ഹുക്കുമ് യഥാർത്ഥത്തിൽ ഉണ്ടാവലിനെ ലാസിമാക്കുകയില്ല. ഒരാള് സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമായിക്കോളണമെന്നില്ല. പക്ഷേ ആ വാക്ക് എന്താണ്? സയ്യിദ് ഖായിമാണെന്നാണ്. അത് ഖായിമാണെന്നാണ് എന്ന് മറ്റൊരാളെ അറിയിക്കലാണ് ഇവന്റെ കസദ്. ഇവന്റെ കസദ് അതായതുകൊണ്ട് സയ്യിദ് ഖായിമാണ് എന്നായതുകൊണ്ട് യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാവണം എന്നില്ല. വഹാദ വാക്കിയിൽ ഹുക്കുമു ഉണ്ടാവലിനെ ലാസിമാക്കൂല എന്നതാണ് മുറാദു മൻകാല പറഞ്ഞ ചിലരുടെ മുറാദ്. എന്താ അവര് പറഞ്ഞത്? ഇന്നൽ ഖബറ ഖബർ. ഉദാഹരണം ഈ ഖബർ തന്നെ എടുക്കുക, സയ്യിദുൻ ഖായിമുൻ. ലാ യദുല്ലു അലാ സുബൂത്തിൽ മഅന. മഅനാന്റെ സുബൂത്തിന്റെ മേൽ അറിയിക്കുകയില്ല. ഇന്നത്തെ സയ്യിദ് ഖായിമാണെന്ന് അറിയിക്കുകയില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സയ്യിദ് ഖായിമാണ് എന്നതിന്റെ മേൽ അറിയിക്കുകയില്ല. അവിന്തിഫാഇഹി, അല്ലെങ്കിൽ മഅനായുടെ ഇന്തിഫായിന്റെ മേലിലും അറിയിക്കുകയില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താണ്? ഇന്നൽ ഖബറ ഖബർ ഇതെന്നിരിക്ക സയ്യിദുൻ ഖായിമുൻ എന്ന ഖബർ, അല്ലെങ്കിൽ സയ്യിദുൻ ലൈസ ബി ഖായിമുൻ എന്ന ഖബർ. ഈ രണ്ട് ഖബറും ഇസ്ബാത്തിന്റെയും നഫിയുടെയും രണ്ട് ഖബറും സയ്യിദ് ഖായിമാണെന്നും അറിയിക്കുകയില്ല, സയ്യിദ് ഖായിമല്ല എന്നും അറിയിക്കുകയില്ല. ഓരോന്നും സയ്യിദുൻ ഖായിമുൻ എന്നുള്ളത് സയ്യിദ് ഖായിമാണെന്നും അറിയിക്കുകയില്ല, ഖായിമല്ല എന്നും അറിയിക്കൂല. സയ്യിദുൽ ലൈസ ബി ഖായിമിൻ എന്ന് പറഞ്ഞതും സയ്യിദ് ഖായിമാണെന്നും അറിയിക്കുകയില്ല, സയ്യിദ് ഖായിമല്ല എന്നും അറിയിക്കുകയില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുറാദ് എന്താണ്? യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണെന്നോ ഖായിമല്ലാന്നോ അറിയിക്കൂലാന്നാ. എന്നല്ലാതെ ലഫ്ളിന്റെ മാന സയ്യിദ് ഖായിമാണെന്ന് അറിയിക്കൂല എന്നല്ല. ലഫ്ളിന്റെ മാന എന്ന് തന്നെയാണ്, സയ്യിദ് ഖായിമാണെന്ന് തന്നെയാണ്. സയ്യിദുൽ ലൈസ ബി ഖായിമിന്റെ മാന സയ്യിദ് ഖായിമല്ല എന്നാണ്. അപ്പൊ ചിലരെന്ത് പറഞ്ഞു? ഏത് ഖബരിയായ കലാമും അത് മഅനാന്റെ സുബൂത്തിന്റെ മേൽ അറിയിക്കുകയില്ല, അല്ലെങ്കിൽ മഅനാന്റെ ഇന്തിഫാഇന്റെ മേൽ അറിയിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തു വെക്കണം? യഥാർത്ഥത്തിൽ ഈ മഅന സാബിത്താണോ അല്ലേ എന്നറിയിക്കുകയില്ല എന്നാണ്. എന്നല്ലാതെ ലഫ്ളിന്റെ മഅന അറിയിക്കൂല എന്നല്ല. വയില്ല, അങ്ങനെ അല്ലെങ്കിൽ മുറാദ് അങ്ങനെ വെക്കലില്ലെങ്കിൽ പിന്നെ മുറാദ് എന്ത് വെച്ചു? സയ്യിദുൻ ഖായിമിന്റെ മഅന സയ്യിദ് ഖായിമാണെന്ന് അറിയിക്കൂല, സയ്യിദുൻ ലൈസ ബി ഖായിമിൻ സയ്യിദ് ഖായിമല്ലാന്നും അറിയിക്കൂല എന്നാണ് മഅന വെക്കുന്നതെങ്കിൽ ആ മഅന സഹിഹല്ല. കാരണം ഫലാ യഖ്ഫ, ആ മഅന വെക്കുന്നില്ല. മുറാദ് അതല്ല എങ്കിൽ സയ്യിദുൻ സയ്യിദ് ഖായിമിൻ എന്ന ഖബർ മഅനാന്റെ സുബൂത്തിന്റെ മേൽ അറിയിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ മഅന യഥാർത്ഥത്തിൽ ഈ മഅന സാബിത്താണെന്ന് അറിയിക്കൂല എന്ന് വെക്കലില്ലെങ്കിൽ പിന്നെ ലഫ്ളിന്റെ മഅന തന്നെ അറിയിക്കുകയില്ല എന്ന് വെക്കുകയാണെങ്കിൽ മറ്റേ മഅന വെക്കലില്ല. വാക്കിയിൽ തഹഖ്ഖുഖുണ്ടാവല്ല ലാസിമാക്കൂല എന്ന മഅന വെക്കാതെ ലഫ്ളിന്റെ മഅന എന്താണ്? സയ്യിദ് ഖായിമാണെന്ന് അറിയിക്കൂല എന്ന് വെക്കുകയാണെങ്കിൽ ഫലാ യഖ്ഫ, ഖഫിയല്ലല്ലോ. അന്ന മദ്ലൂല ഖൗലിന, നമ്മുടെ ഖൗലിന്റെ മദ്ലൂല് സയ്യിദുൻ ഖായിമുൻ സയ്യിദ് ഖായിമാണ് എന്ന ലഫ്ളിന്റെ മദ്ലൂല് വമഫ്ഹൂമഹു, അതിന്റെ മഫ്ഹൂമും അന്നൽ ഖിയാമ സാബിത്തുൽ സയ്യിദിൻ, ഖിയാമ സയ്യിദിനക്ക് സാബിത്താണ് എന്ന് തന്നെയാണ്. സയ്യിദുൻ ഖായിമുൻ എന്നതിന്റെ മഅന എന്താ? സയ്യിദ് ഖായിമാണ്, ഖിയാമ സയ്യിദിനക്ക് സാബിത്തായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ആ ലഫ്ള് സയ്യിദുൻ ഖായിമുൻ എന്നത് ഖിയാമ സയ്യിദിനക്ക് സാബിത്താണ് എന്നതിന്റെ മേൽ അറിയിക്കൂല എന്നല്ല, സാബിത്താണ് എന്ന് തന്നെയാണ്. അപ്പോൾ സയ്യിദുൻ ഖായിമുൻ എന്നുള്ളത് മഅനാന്റെ സുബൂത്തിന്റെ മേൽ അറിയിക്കുകയില്ല എന്നതിന് ഏത് മുറാദ് എന്ത് വെക്കണം? യഥാർത്ഥത്തിൽ സയ്യിദ് ഖായിമാണെന്ന് ഈ വാക്കിൽ നിന്ന് കിട്ടൂല, ലഫ്ളിന്റെ മഅന അത് തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. വഅദമു സുബൂത്തിഹി, സയ്യിദുൻ ഖായിമുൻ സയ്യിദ് ഖായിമാണെന്ന്
മുഖാത്തബും മുത്തക്കല്ലിമും മുഖാത്തബും കണ്ടിട്ടില്ലാത്തോടത്ത സംസാരം. അതമു സുബൂത്തിഹി സെയ്ദിലേക്ക് ഖിയാമ് സാബിത്താവാതിരിക്കല് എഹ്തിമാലുൻ അഖ്ലിയുൻ, അതൊരു അഖ്ലിയായ സാധ്യത മാത്രമാണ്. ലഫ്ദിന്റെ മാന എന്താ? സെയ്ദ് കായിമാണ് എന്ന് തന്നെയാണ്. ലാ മദ്ലൂലുൽ ലഫ്ദി, അത് ലഫ്ദിന്റെ മദ്ലൂലല്ല. വലാ മഫ്ഹൂമുഹു, ലഫ്ദിന്റെ മഫ്ഹൂമും അല്ല. ഫൽ യുഫ്ഹം, മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ സെയ്ദുൻ കായിമുൻ എന്ന ലഫ്ദിന്റെ മാന സെയ്ദ് കായിമാണെന്ന് തന്നെ. സെയ്ദുൻ ലൈസ ബികായിമിൻ എന്ന ലഫ്ദിന്റെ മാന സെയ്ദ് കായിമല്ലാന്ന് തന്നെ. ഇത് അറിയിക്കലാണ് ഒരു മുഖബിറിന്റെ ഖസ്ദ്. അതുകൊണ്ട് സെയ്ദ് യഥാർത്ഥത്തിൽ കായിമാണ് എന്ന് വാക്കറിയിക്കൂല. അത് ഏതും അങ്ങനെ തന്നെയാണ്. ദുനിയാവിൽ ആരുടെ കലാമും വാക്കിയിൽ ഉണ്ടോ ഇല്ലേ എന്ന് അത് നമ്മൾക്ക് വേറെ തെളിവ് വേണം. ലഫ്ദിന്റെ മാന എന്താണ്? അത് അതിൻ്റെതായ യഥാർത്ഥമാന വെക്കുക. സെയ്ദുൻ കായിമുൻ എന്ന് പറഞ്ഞാൽ സെയ്ദിற்கு ഖിയാമുണ്ടെന്ന് തന്നെയാണ്. അല്ലാത്ത ഖബർ ഇത് യഥാർത്ഥം അത് തന്നെയാണ് എന്ന് ഈ ലഫ്ദിൽ നിന്ന് ഒരു സൂചനയും ഉണ്ടാവുകയില്ല. ലഫ്ദിന്റെ മാന അതാണെന്ന് മാത്രം. മറ്റത് അതിന്റെ എതിര് ഒരു അഖ്ലിയായ ഇഹ്തിമാലാണ്. ലഫ്ദിന്റെ മദ്ലൂലല്ല. ലഫ്ദിന്റെ മദ്ലൂലാണ് എന്ന് മാന വെച്ചാൽ ഈ ഇവിടെ പറഞ്ഞൊരു മാന ഖബറിലാജുല്ല സുബൂത്തിൽ മാന ഔ ഇന്തിഫാഇ, മാനാന സുബൂത്തിന്റെ മേൽ അറിയിക്കൂല, ഇന്തിഫാഇന്റെ മേൽ അറിയിക്കൂല എന്ന് വെക്കുമ്പോൾ അത് മദ്ലൂലാക്കേണ്ടി വരും. സെയ്ദുൻ കായിമുൻ എന്നുള്ളത് സെയ്ദ് കായിമാണെന്നും കിട്ടൂല, കായിമല്ലാന്നും കിട്ടൂല. അതായത് കായിമല്ലാതിരിക്കലും ലഫ്ദിന്റെ മദ്ലൂലല്ല. സെയ്ദ് കായിമാണെന്നുള്ളത് ലഫ്ദിന്റെ മദ്ലൂലാണ്. സെയ്ദ് കായിമല്ല എന്നുള്ളത് ലഫ്ദിന്റെ മദ്ലൂലല്ല. അത് സെയ്ദുൽ ലൈസ ബികായിമിൻ എന്നുള്ളത് എന്റെ മദ്ലൂലാണ്. സെയ്ദ് കായിമല്ല എന്നുള്ളത് അതാണ് അവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണത്. ഇസമ്മല്ലവ്വലു, ഒന്നാമത്തതിന് പേര് പറയപ്പെടും. അയ്യൽ ഹുക്കുമുല്ലദി യുഖ്സദു ബിൽ ഖബരി ഇഫാദത്തുഹു, ഒരു ഹുക്കുമിന് പറയപ്പെടും. അല്ലതി എങ്ങനത്തെ ഹുക്കുമാണ്? യുഖ്സദു ബിൽ ഖബരി, ഖബർ കൊണ്ട് കരുതപ്പെടും. ഇഫാദത്തുഹു, ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കല്ലേ മുഖാത്തബിനിക്ക്. അതിന് ഫായിദത്തൽ ഖബരി എന്ന് പേര് പറയപ്പെടും. വസാനി, രണ്ടാമത്തതിന്, അത് രണ്ടാമത്തതിന് ആയി കൗനുൽ മുഖ്ബിരി ആലിമം ബിഹി, മുഖ്ബിർ ഹുക്കും കൊണ്ട് അറിയുന്നവനാവലിനെ അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞില്ല. അത് ലാസിമഹ, ലാസിമു ഫായിദത്തുൽ ഖബർ എന്നും പേര് പറയപ്പെടും. ഒന്ന് ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കൽ, രണ്ട് ഹുക്കുമു മുഖാത്തബ് അറിയുന്നവനാണ് എന്ന് അറിയിച്ചു കൊടുക്കൽ. അത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന അതിന്റെ പേര്. അതിന് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറയാൻ കാരണം ഹുക്കുമുനെ അറിയിച്ചു. ഇഫാദത്തുൽ ഖബറിനക്ക് ലാസിമാണെന്ത്? ഈ ലാസിമു ഫായിദത്തുൽ ഖബർ. ഏതൊരാൾക്കും ഒരു ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുമ്പോൾ ഈ മുഖബിറിന് ഹുക്കും ഏതായാലും അറിയാമല്ലോ. അപ്പോ ഇഫാദത്തുൽ ഹുക്കുമിനക്ക് ലാസിമായി വരുന്നതാണ് ലാസിമു ഫായിദത്തുൽ ഖബർ. ഒരു ഹുക്കുമിനെ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കൽ ഇഫാദത്തുൽ ഹുക്കുമാണ്. അറിയിച്ചു കൊടുക്കുന്നോടത്തൊക്കെ എന്തുണ്ട്? മുത്തക്കല്ലിമ് അറിയുന്നവനാവലുണ്ട്, അത് ലാസിമായി വരും. ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുന്നോടത്തൊക്കെ മുത്തക്കല്ലിമ് അറിയുന്നവനാവൽ ലാസിമാണ്. അപ്പൊ അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്ത് ഇഫാദത്തുൽ ഹുക്കുമിനക്ക് ലാസിമായ കാര്യത്തെയാണ് ഇവിടെ അറിയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ലാസിമ് ഫായിദത്തുൽ ഖബർ എന്ന് പേര് വെച്ചു. ഇഫാദത്തുൽ ഹുക്കുമിൽ ലാസിമായ കാര്യമാണ് എന്ത്? മുത്തക്കല്ലിമു ഹുക്കുമിനെ അറിയുന്നവനാവൽ. ആ അറിയുന്നവനാവലിനെ അറിയിച്ചു കൊടുക്കുന്നോടത്ത് ഇഫാദത്തുൽ ഹുക്കുമിനക്ക് ലാസിമായ പേരങ്ങോട്ട് വെച്ചു. ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് വെച്ചു.
ഐ ലാസിമ ഫായിദത്തുൽ ഖബരി. കാരണം അന്ന കുല്ലമാ അഫാ അന്നഹു തീർച്ചയായിട്ടും കാര്യം കുല്ലുമാ അഫാദ പിന്നെ ലിഅന്നഹു കുല്ലുമാ അഫാദൽ ഹുക്കുമ ഹുക്കുമിനെ ഫായിദ വെപ്പിക്കുന്നത് മുഴുവനും അഫാദ ഫായിദ വെപ്പിക്കും അന്നഹു ആലിമും ബിഹി അവൻ ഹുക്കുമുകൊണ്ട് അറിയുന്നവനാണ് എന്നതിനെ ഫായിദ വെപ്പിക്കും. ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കുന്നോടത്തൊക്കെ എന്തും കിട്ടുന്നുണ്ട്. മുത്തക്കല്ലിമു ഹുക്കും കൊണ്ട് അറിയുന്നവനാണെന്ന് ഫായിദ വെപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഫാദത്തുൽ ഹുക്കുമിനക്ക് ലാസിമായ കാര്യമാണ് മുത്തക്കല്ലിമു ഹുക്കും കൊണ്ട് അറിയുന്നവനാവല്. ആ ലാസിമ് അതുകൊണ്ടാണ് അറിയുന്നവനാകലിനെ അറിയിച്ചു കൊടുക്കുന്നിടത്ത് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന പേര് വെക്കാൻ കാരണം. വലൈസ കുല്ലുമാ അഫാദ അന്നഹു ആലിമും ബിൽ ഹുക്കുമി ഹുക്കുമുകൊണ്ട് അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നത് മുഴുവനുമല്ല അഫാദ നഫ്സൽ ഹുക്കുമി ഹുക്കുമിനെ ഫായിദ വെപ്പിക്കുന്നതല്ല. കാരണം ഹുക്കുമ് നേരത്തെ എന്താവാം മുഖാത്തബിന് അറിയാം, അവിടെ ഹുക്കുമിനെ ഇഫാദത്ത് ചെയ്യലില്ല. പക്ഷെ ഹുക്കുമിനെ മുത്തക്കല്ലിമിന് അറിയാമെന്നറിയിച്ചു കൊടുക്കലാണ്. ഇഫാദത്തുൽ ഹുക്കുമിന്റെ അവിടെയൊക്കെ കൗലുൽ മുഖാത്തബ് ആലിമിൽ ഹുക്കുമ് ലാസിമായി വരുന്നുണ്ട്. ഇഫാദത്തുൽ ഹുക്കുമിൽ അത് ലാസിമാണ്. ഇഫാദത്ത് അതേ സമയത്ത് ഹുക്കുമിനെ അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നോടത്തൊക്കെ ഏത് വരുന്നില്ല, ഇഫാദത്തുൽ ഹുക്കുമു വരുന്നില്ല. ലിജവാസി അയക്കൂനൽ ഹുക്കുമു ഹുക്കുമാവൽ ജായിസാദിന് വേണ്ടി മഅലൂമൻ ഖബലൽ ഇഖ്ബാരി ഇഖ്ബാറിന്റെ മുമ്പ് തന്നെ അറിയപ്പെട്ടേക്കാമല്ലോ. കമാഫി കൗലിന നമ്മുടെ കൗലിൽ ഉള്ളതുപോലെ. എന്താ കൗല്? ലിമൻ ഹഫിദ തൗറാത്ത തൗറാത്തിനെ ഹിഫ്ലാക്കി ഒരാളോട് കത് ഹഫിദ തൗറാത്ത നീ തൗറാത്തിനെ ഹിഫ്ലാക്കിയിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ നീ തൗറാത്തിനെ മനഃപ്പാടമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് അറിയിച്ചു കൊടുക്കലാണ്. അവിടെ ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കൽ വരുന്നില്ല. അതേ സമയത്ത് ഒരാൾക്ക് അറിയാത്ത കാര്യം നാം അറിയിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്ത് ലാസിമാകുന്നുണ്ട്? ഹുക്കുമ് അറിഞ്ഞത് കൊണ്ടല്ല അറിയിച്ചു കൊടുക്കുന്നത്. ഇവൻ മുഖാത്തബ് അത് അറിയുന്നവനാവൻ ലാസിമായി വന്നു. അതുകൊണ്ട് ഇഫാദത്തുൽ ഹുക്കുമിന്റെ അവിടെ ലാസിമായ കാര്യം ആണ് മുത്തക്കല്ലിമീത് ആലിമാണെന്ന് ആലിമാവൽ. അതിനെ അറിയിച്ചു കൊടുക്കുന്നിടത്ത് ലാസിമ ഫായിദത്തുൽ ഖബർ എന്ന് പേര് വെച്ചു. വതസ്മിയത്തു മിസ്ലി ഹാദൽ ഹുക്മി ഈ ഹുക്കുമിന് പോലത്തിന് പേര് പറയല്. ഇത് ഹഫിദത്ത തൗറാത്ത ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറയല്. ഇത് ഖബറിനെ ഫായിദ വെപ്പിക്കണില്ലല്ലോ ഇവിടെ. അല്ല, ഖബർ ഇവിടെ എന്താണ് ഇവിടെ ഉള്ളത്? ഹൊമീസുലു ഇത് അത്രി. പിന്നെ വതസ്മിയത്തു മിസ്ലി ഹാദൽ ഹുക്മി ഈ ഹുക്കുമ് പോലത്തിന് പേര് പറയൽ. എന്ത് പേര് പറയൽ? ഫായിദത്തുൽ ഖബരി എന്ന് പേര് പറയല്. ഇവിടെ ഹുക്കുമിനെ അറിയിച്ചു കൊടുക്കലില്ല. ഫായിദത്തുൽ ഖബർ എന്ന് ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറഞ്ഞു കൊടുത്ത് ഫായിദത്തുൽ ഖബർ അതിന്റെ ഇടയിൽ വന്നു. മുഖാത്തബ് ഹുക്കുമിനെ അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് പേരെന്താ? ലാസിമു ഫായിദത്തുൽ ഖബർ. ഫായിദത്തുൽ ഖബർ എനിക്ക് ലാസിമായത്. ഇവിടെ ഫായിദത്തുൽ ഖബർ ഇല്ലാതെ തന്നെയാണല്ലോ പറയുന്നത്. ഇവിടെ ഫായിദത്തുൽ ഖബർ ഇല്ല. ഹുക്കുമ് മുഖാത്തബിന് അറിയുന്നവനാണെന്ന് ഇഫാദത്ത് ചെയ്യുന്നോടത്തുള്ളതിന്റെ പേരെന്താണ്? ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന. അവിടെ ഫായിദത്തുൽ ഖബർ ഇല്ലല്ലോ, പിന്നെങ്ങനെ ലാസിമു ഫായിദത്തുൽ ഖബർ എന്ന് പറയാ? അത് കാരണം നേരത്തെ തന്നെ ഈ മുഖാത്തബ് മഅലൂമായോടത്ത് ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ല. അവിടെ ലാസിമു ഫായിദത്തുൽ ഖബർ മാത്രമേ ഉള്ളൂ. അറിയുന്നവനാണെന്ന് അറിയിച്ചു കൊടുക്കല്. ഫായിദത്തുൽ ഖബർ അവിടെ ഇല്ല.
ഫായിദത്തുൽ ഖബർ എനിക്ക് ലാസിമായതെന്ന് അവിടെ പറയാൻ പറ്റൂലല്ലോ. പിന്നെന്തുകൊണ്ടത് പറഞ്ഞു? അത് ബിനാൻ എടുത്തതിന് വേണ്ടി അല അന്നഹു കാര്യം ആണ് എന്നതിന്റെ മേലെടുത്തു. എന്ത്? മിൻ ശൈനിഹി, ഈ ഹഫിദത്ത് തൗറാത്ത അതുപോലത്തെ ഹുക്കുമിന്റെ ശൈലിയിൽപ്പെട്ടതാണ് അൻ യുക്സദ ബിൽ ഖബരി, ഖബർ കൊണ്ട് അതിനെ കരുതപ്പെടൽ. ഖബർ കൊണ്ട് കരുതപ്പെടൽ വൈസ്തഫാദ മിന്നു, ഖബറിൽ നിന്ന് അതിനെ പിടിച്ചെടുക്കലും അതിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. ഹഫിദത്ത് തൗറാത്ത എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ ശൈലെന്താണ്? തൗറാത്തിനെ നീ ഹിഫ്ലാക്കി എന്നാണ് അതിന്റെ ശൈല്. ഒരു ഹുക്കും അതിലുണ്ട്. അപ്പോ ഹുക്കും അറിയിച്ചു കൊടുക്കലാണ്. ഇവിടെ ഹുക്കും ഇഫാദത്തുൽ ഹുക്കും ഇല്ല എങ്കിലും അതിന്റെ ശൈല് അതാണ് എന്നാണ് അർത്ഥം. തസ്മിയത്തു മിസ്ലി ഹാദൽ ഹുക്കുമി ഖദ് ഹഫിദത്ത എന്നതുപോലത്തെയിലുള്ള ഹുക്കുമിന് പേര് പറയൽ ഫായിദത്തുൽ ഖബർ, ഫായിദത്തുൽ ഖബർ എന്ന് പേര് പറയല് ബിനാൻ എടുത്തതിന് വേണ്ടിയാണ് അല അന്നഹു കാര്യം ആണ് എന്നതിന്റെ മേൽ. എന്താണ് കാര്യം? മിൻ ശൈനിഹി അൻ യുക്സദ ബിൽ ഖബരി. എന്തോ ഈ ഹുക്കുമ് പോലത്തെ ശൈലിയിൽപ്പെട്ടതാണെന്ത്? ഖബർ കൊണ്ട് അതിനെ കരുതപ്പെടലും ഖബറിൽ നിന്ന് അതിനെ നേടിയെടുക്കലും. വൽ മുറാദ് ബി ഖൗലിഹി ആലിമൻ ബിൽ ഹുക്മി, ഹുക്കുമുകൊണ്ട് അറിയുന്നവനാകൽ കൊണ്ടുള്ള മുറാദ് ഹുസൂർ സൂറത്തിൽ ഹുക്മി ഫീ ദിഹിനിഹി, ഹുക്കുമിന്റെ സൂറത്ത് അവന്റെ ദിഹിനിൽ ഹാസിലാവലാണ്. ഉദാഹരണത്തിന് ഒരാൾ കളവ് പറയുകയാണ്, സെയ്ദ് കായിമാണെന്ന് ഒരാൾ കളവ് പറഞ്ഞു ഒരാളോട്. അവിടെ എന്താ ലക്ഷ്യം? സെയ്ദ് കായിമാണെന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇയാൾ പറയുന്നത് കളവാണ്. അപ്പോ ഇയാളെ ഇൽമെന്താണ്? സെയ്ദ് കായിമല്ലാന്ന. അറിയിച്ചു കൊടുക്കരുതെന്താ? സെയ്ദ് കായിമാണെന്ന. അപ്പോൾ ഇവിടെ സെയ്ദ് കായിമാണെന്ന് അറിയിച്ചു കൊടുക്കുമ്പോൾ സെയ്ദ് കായിമാണെന്ന് ഇവന് അറിയാമെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇവന്റെ ഇൽമ് നേരെ എതിരാണല്ലോ. അതിനുള്ള മറുപടിയാ ഇവിടെ ഹുക്കുമോണ്ടുള്ള മുറാദ്. ഏതൊരു ഖബറും അത് കരിമാണെങ്കിലും സിദുക്കാണെങ്കിലും പറയുന്ന സമയത്ത് ആ ഖബറിന്റെ ഒരു ചിത്രം എന്തുണ്ടാകും? ഈ മുത്തക്കല്ലിബിന്റെ ദഹിനിലുണ്ടാകും. ആ ചിത്രമാണ് ഇവിടെ ഹുക്കുമോണ്ടുള്ള മുറാദ്. അത് വാക്കിനോട് എതിരാവാം. സെയ്ദ് കായിം അല്ല എന്ന് എത്തിക്കാതെ ചെയ്തും കൊണ്ട് ഒരാള് സെയ്ദ് കായിമാണെന്ന് മറ്റൊരാളെ അറിയിക്കുമ്പോൾ സെയ്ദ് കായിമാണെന്ന് മുത്തക്കല്ലിമിന് അറിയാം എന്നും അവിടുന്ന് ലഭിച്ചു. പക്ഷെ സെയ്ദ് കായിമല്ല എന്നാണ് അവന്റെ ഇൽമ്. അപ്പോൾ പിന്നെ സെയ്ദ് കായിമാണെന്ന് എങ്ങനെ അവിടെ ലാസിമാകും? അതിനുള്ള മറുപടി ഇവിടെ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനോട് മുത്താബിക്കായ ജാസിമായ ഇത്തിക്കാദ് എന്നല്ല. ഏതൊരു ഖബർ പറയുന്ന മുത്തക്കല്ലിമ് ഏതൊരു ഖബർ കൊണ്ട് ഖബർ പറയുന്ന സമയത്തും അത് സിദുക്കായാലും ഗരീബായാലും ആ ഖബറിന്റെ ചിത്രം ഇവന്റെ ദിഹിലുണ്ടാകും. അതാണ് ഇവിടെ ഇവൻ ഹുക്കുമിനെ അറിയുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് വാക്കിനോട് ഒത്തോളണമെന്നില്ല എന്ന്. വഹാവുന അബ്ഹാസുൻ ശരീഫത്തുൻ, ഇവിടെ ഒരുപാട് വില പിടിച്ചതായ ബഹസുകളുണ്ട്. സമഹ്നാ ബിഹാ ഫി ശറഹി, അതെല്ലാം നമ്മൾ ശറഹിൽ ശരിക്കും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.